നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാവിയോ പ്ലസ് ഹാലൻഡ് ഒരു ഡെഡ്ലി കോംബോ രൂപപ്പെടുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഹാലൻഡിൻ്റെ ഗോളിന് അസിസ്റ്റ് കൊടുത്തത് സാവിയോ ആയിരുന്നെങ്കിൽ ഈ കളിയിൽ ഇതാ ഹാലൻഡിൻ്റെ 2 ഗോളുകൾക്കും അസിസ്റ്റ് കൊടുക്കുന്നത് സാവിയോ ആണ്. കൂടാതെ സാവിയോ ആണ് സിറ്റിയുടെ ആദ്യ ഗോൾ, അത് വെസ്റ്റാമിൻ്റെ ഓൺ ഗോളായിട്ടാണ് രേഖപ്പെടുത്തിയെങ്കിലും അതിലേക്ക് വഴിവെച്ചത്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ സാവിയോ തൻ്റെ സിറ്റിക്കായുള്ള ആദ്യ ഗോൾ കണ്ടെത്തിയിരുന്നു. അതേസമയം എർലിംഗ് ഹാലൻഡ് ആവട്ടെ 4 മത്സരങ്ങളുടെ ഗോൾ ഡ്രോട്ടിന് ശേഷം ഇപ്പോൾ 2 കളികളിൽ നിന്ന് 3 ഗോളുകളുമായിട്ട് ശക്തമായി തിരികെ എത്തിയിരിക്കുന്നു. സിറ്റിയും ഹാലൻഡും സാവിയോയും ഒക്കെ വീണ്ടും പൊളിച്ചെടുക്കുന്ന കാഴ്ച. KDBയുടെ അസിസ്റ്റിൽ നിന്ന് ഫിൽഫോർഡൻ്റെ ഗോളൊന്ന് വേറെയുണ്ട്. 4-1 തകർപ്പൻ ജയമാണ് വെസ്റ്റാമിന് മേൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നേടിയിരിക്കുന്നത്. വെസ്റ്റാമിൻ്റെ ഗോളിൽ ഫുൾക്രൈഗിൻ്റെ വകയായിരുന്നു. സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ എർലിംഗ് ഹാലൻഡും സാവിയോയും സിൽവയും KDBയും ഫിൽഫോർഡനും ഒക്കെ ഒരുമിച്ചാണ് അണിനിരത്. മറുഭാഗത്ത് ലൂക്കാസ് പക്വേറ്റയും ഫുൾക്രൈഗും കുദുസും ഒക്കെ ചേർന്നുകൊണ്ടാണ് വെസ്റ്റാമിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. കളിയുടെ 10ാമത്തെ മിനിറ്റിൽ തന്നെ സാവിയോയുടെ നീക്കത്തിനൊടുവിൽ ഒരു ഓൺ ഗോൾ വരുന്നു. കൗഫലിൻ്റെ ഓൺ ഗോൾ, മാഞ്ചസ്റ്റർ സിറ്റി മുന്നിൽ. പിന്നീട് 42ാമത്തെ മിനിറ്റിൽ എർലിംഗ് ഹാലൻഡിൻ്റെ ഗോൾ പിറക്കുന്നു. ഗോളിൻ്റെ അസിസ്റ്റും സാവിയോയുടെ വക. ഇടവേള സമയത്ത് 2-0 മാഞ്ചസ്റ്റർ സിറ്റി മുന്നിലായിരുന്നു. വീണ്ടും രണ്ടാം പകുതിയിൽ 55ാമത്തെ മിനിറ്റിൽ അടുത്ത എർലിംഗ് ഹാലൻഡിൻ്റെ ഗോൾ, ഇത്തവണയും സാവിയോയുടെ അസിസ്റ്റ്. 3-0 ലീഡ്. അതിനുശേഷം ഫിൽഫോർഡൻ്റെ ഗോൾ, KDBയുടെ അസിസ്റ്റിൽ നിന്ന് 4-0 സിറ്റി മുന്നിൽ. ഒടുവിൽ ഫുൾക്രൈഗിലൂടെ ഒരു ഗോള് വെസ്റ്റാം മടക്കിയെങ്കിലും സിറ്റിയുടെ തകർപ്പൻ വിജയം തടയാൻ അതുകൊണ്ടാവുമായിരുന്നില്ല. മത്സരം വിജയിച്ചതോടുകൂടി 20 കളികളിൽ നിന്ന് സിറ്റിക്ക് ഇപ്പോൾ 34 പോയിന്റ് ആയിട്ടുണ്ട്. അവർ പ്രീമിയർ ലീഗ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.